സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ തിയറി നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന എന്താണ്, π1/2 πm കൊണ്ട് കൺസ്ട്രെയിൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 0th ഇക്വേഷനോട് ആഡ് ചെയ്ത് x1 x2 xnൻ്റെ കോഎഫിഷ്യൻസ് വേരിയബിൾസ് ഇല്ലാത്തവ റൈറ്റ് സൈഡിൽ അങ്ങനെ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൻഡ് we are developing a procedure which is equivalent to the derivation of canonical form or equivalent to the simplex table. അപ്പോൾ ഈ എഴുതി വെച്ചിരിക്കുന്നത് സിംപ്ലക്സ് ടേബിളിലെ നെറ്റ് എവാലുവേഷൻസിൻ്റെ റോയിലുള്ള കാര്യം തന്നെയാണ്. Corresponding to x1 we have this net evaluation 0. That means c1 plus sigma I equal to 1 to m ai1 pi I equal to is the coefficient of x1, that is the corresponding net evaluation of x1. p1 ന്റെ കോളത്തിൽ വരുന്ന net evaluation ആണ് അത്, and that is equal to 0. This value equal to 0. ഇതാണ് ഈ കാണുന്നതാണ്. Then corresponding to x2 is a basic variable. This net evaluation 0. Corresponding to xm, ഇതിനിടയിൽ എവിടെയോ xmന്റെ കോഎഫിഷ്യന്റ് ഉണ്ട്. That coefficient is also 0. ഇവിടെ വരെ 0 ആയിരിക്കും. Then these are non zero. cm+1 തുടങ്ങുന്നത് cm+1 തുടങ്ങുന്ന n-m നോൺ സീറോ കോഎഫിഷ്യൻസ് ആണ്. They are the net evaluations. And f plus sigma pi I bi എന്ന് പറയുന്നതാണ് ഈ കാണുന്നത്. f equal to എന്നാണ് നമ്മൾ അവിടെ എഴുതുക. f plus sigma pi I bi എന്ന് പറയുന്ന വാല്യൂ ആണ് ഇവിടെ നമ്മൾ എഴുതി വെക്കുക. അപ്പോൾ നെറ്റ് എവാലുവേഷൻസ് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. We have to select ഇത് equivalent ആണെങ്കിൽ സിംപ്ലക്സ് മൾട്ടിപ്ലയറുമായിട്ട് സിംപ്ലക്സ് മൾട്ടിപ്ലയർ തന്നെയാണ്, സിംപ്ലക്സ് ടേബിളുമായിട്ട് സിംപ്ലക്സ് ടേബിൾ തന്നെയാണ് കാനോണിക്കൽ ഫോം എന്ന് നമുക്കറിയാം. അപ്പോൾ രണ്ട് ഫോംസുമായിട്ട് ഇക്വലൻ്റ് ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ സാറ്റിസ്ഫൈഡ് ആവണം. ബേസിക് വേരിയബിളിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നെറ്റ് എവാലുവേഷൻസ് ആണ് ഇപ്പോൾ കോഎഫിഷ്യൻസ് ആയിട്ട് വരുന്നത് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ആ നെറ്റ് എവാലുവേഷൻസ് ബേസിക് വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 ആയിരിക്കണം. മറ്റുള്ളതിൻ്റെ നെറ്റ് എവാലുവേഷൻസ് നമുക്ക് പറയാൻ സാധിക്കണം. ഇനിയുള്ളത് നോൺ ബേസിക് വേരിയബിൾസ് ആണ്, xm+1 തുടങ്ങി xn വരെ. എഫിൻ്റെ വാല്യൂ ഇവിടെ നിന്ന് നമുക്ക് റീഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ വരണമെങ്കിൽ നമ്മളിപ്പോൾ ചെയ്ത പ്രോസസ്സിൽ π1/2 πm ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അത് സെലക്ട് ചെയ്യുന്നത് ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ ആയിരിക്കണം. ദാറ്റ് ഈസ് സെലക്ട് π1/2 എക്സെട്ര πm. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതാണ് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിൻ്റെ പ്രത്യേകത. സെലക്ട് coefficients π1/2 etc. πm such that coefficients of x1 x2 etc. xm equal to 0. അങ്ങനെ സെലക്ട് ചെയ്യാം. x1 x2 xmന്റെ കോഎഫിഷ്യൻസ് 0 ആവുന്ന പോലെ. ദാറ്റ് ഈസ് വി ഹാവ് ടു സെലക്ട് π1/2 πm such that c1 plus sigma I equal to 1 to m ai1 pi I equal to 0. c2 plus sigma I equal to 1 to m ai2 pi I equal to 0 etc. cm plus sigma I equal to 1 to m. അവിടെ വരെയാണ് pm വരെയാണ്, ഇതുവരെയാണ് ബേസിക് വേരിയബിൾസ്. അതുകൊണ്ട് അതിൻ്റെ വരെ ഈ സീറോസിൻ്റെ കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പോൾ cm plus sigma I equal to 1 to m im pi I equal to 0. അപ്പോൾ അതങ്ങനെ m ഇക്വേഷൻസ് എഴുതണ്ട. c1 plus c2 plus etc. cm plus എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഞാനതിനെ cj എന്ന്, അതിനിയും വരാനുള്ളതാണ്. അത് 0 ആയില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് I കൊടുക്കാത്തത്. 1 to m തീർന്നാണ് I കൊടുത്തേക്കുന്നത്. ഇത് cm വരെ ഇപ്പോൾ എഴുതുന്നുള്ളൂ. പക്ഷെ പിന്നീട് ഇതേ കോഎഫിഷ്യൻസ് cn പ്ലസ് ഒക്കെ ഉണ്ട്. അപ്പോൾ 1 to n വേരിയേഷനുള്ള ഒരു സബ്സ്ക്രിപ്റ്റ് j ഉപയോഗിച്ചാണ് എഴുതാറ്. അത് അത്ര സ്റ്റാൻഡേർഡ് ആയിട്ട് നൊട്ടേഷൻ ഒന്നുമല്ല, നിങ്ങളുടെ ടെക്സ്റ്റിൽ അങ്ങനെ എഴുതിയിരിക്കുന്നു. cj പ്ലസ് സിഗ്മ ai1 ആദ്യത്തെ ഇക്വേഷനിൽ, ai2 രണ്ടാമത്തെ ഇക്വേഷനിൽ, aim mth ഇക്വേഷനിൽ, ഇതിൽ നിന്നകത്ത് mth കോഎഫിഷ്യനിൽ. അപ്പോൾ ഇങ്ങനെ എഴുതാം. cj പ്ലസ് സിഗ്മ ഈക്വൽ ടു 1 aij pi I ഈക്വൽ ടു 0 ഫോർ ആർക്കാം when j equal to 1 we obtain the first coefficient. When j equal to 2 we obtain the second coefficient. When j equal to m, here we obtain the mth coefficient. They are all corresponding to the basic variables and equal to 0. അപ്പോൾ അതാണ് നമ്മൾ
സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്തു. അത് 0 ആണെങ്കിൽ ദിസ് ഇസ് നെയിംഡ് ആസ് ഇക്വേഷൻ നമ്പർ B. Then what is a equation number A is this one. F plus sigma pi I bi എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് ഇക്വേഷൻ നമ്പർ A. റൈറ്റ് സൈഡ് അറിയാലോ, F plus pi 1 b1 plus pi 2 b2 plus etc pi m bm. അതിന് സിഗ്മ ഈക്വൽ ടു 1 pi i bi എന്ന് റൈറ്റ് സൈഡ് എഴുതി. ലെഫ്റ്റ് സൈഡ് നമ്മൾ ക്ലിയർ ആയിട്ട് നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഇതാണ് സിംപ്ലക്സ് മൾട്ടിപ്ലയർ സെലക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ. വാട്ട് ആർ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് എന്ന് ചോദിച്ചാൽ കറസ്പോണ്ടിങ് ടു ദ constraints of the LPP, we find pi 1 by 2 pi m, so that Cj plus sigma I equal to 1 Aij pi I equal to 0. Then that pi 1 by 2 pi m are called the simplex multipliers. ഈ equations satisfy ചെയ്യുന്ന pi 1 by 2 pi m ആണ് simplex multipliers. നമ്മൾ അതിന്റെ മെട്രിക്സ് നമുക്ക് പിന്നീട് ഡിറൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഎഫിഷ്യൻസ് 0 ആണെങ്കിൽ ഇക്വേഷൻ എയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് കിട്ടും? then from equation A, from A എന്ത് കിട്ടും? ആദ്യത്തെ m കോഎഫിഷ്യൻസ് 0 ആണ്. അപ്പോൾ പിന്നെ അടുത്ത് തുടങ്ങിയേ ഉള്ളൂ. അടുത്ത എങ്ങനെയാ? ഫസ്റ്റ് C1 സ്റ്റാർട്ട് ചെയ്യുക, സെക്കൻഡ് C2 സ്റ്റാർട്ട് ചെയ്യുക, CM വരെയുള്ള CMൽ തുടങ്ങുന്നവരെ പോയി 0 ആണ്. പിന്നെ എന്നാ വരുന്നത്? CM plus 1 plus sigma I equal to 1 to m AI. ഫസ്റ്റ് വരുമ്പോൾ AI1, സെക്കൻഡ് വരുമ്പോൾ AI2. അപ്പം നമ്മൾ m plus 1 എഴുതുന്നത് AI m plus 1 pi I. ഇതേപോലത്തെ തന്നെയാണ് m plus 1 കോഎഫിഷ്യന്റ് എഴുതുന്നുള്ളൂ. ഇൻറ്റു അത് ഏതിൻ്റെയാ? xm plus 1-ൻ്റെയാണ്. xm plus 1. അതുപോലെ cm plus 2 plus sigma equal to 1 ai m plus 2 pi I xm plus 2 plus etc. എല്ലാം എഴുതുന്നില്ല. ലാസ്റ്റ് കോഎഫിഷ്യന്റ് അതവിടെ ഉണ്ട്. cn plus sigma I equal to 1 to m ain pi I. That is the last coefficient. Into xn equal to f plus sigma I equal to 1 to pi I bi എന്നാണ് നമുക്ക് ഇക്വേഷനെ എ റെഡ്യൂസ് ചെയ്യാൻ പറ്റുക. ആദ്യത്തെ m കോഎഫിഷ്യൻസ് 0 ആണ്. അതുകൊണ്ട് നമുക്കതിനെ ഇങ്ങനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചു. And we have to write f in terms of the non-basic variables. ഇപ്പോൾ ആയി കഴിഞ്ഞു. ബേസിക് വേരിയബിൾസിന് ഇവിടെ കാണാനില്ലല്ലോ. x1 x2 xm ഇല്ല. xm plus 1 തുടങ്ങി xn വരെ ഉള്ളൂ. They are the non-basic variables. Then can be written in terms of the non-basic variables by this equation. അപ്പോൾ f can be written as, അതുകൊണ്ട് നമുക്ക് f നെ അങ്ങ് എഴുതിയേക്കാം. ഇതിനെ തന്നെ മാറ്റി നമ്മൾ f equal to എന്ന് എഴുതിയെങ്കിൽ ഇത് സൈഡ് മാറണം. മൈനസ് സിഗ്മ I equal to 1 to m. f equal to എന്ന് എഴുതാനുള്ള ഇഷ്ടത്തിന് എഴുതിയെന്നേ ഉള്ളൂ. മൈനസ് സിഗ്മ പൈ ഐ ബി. പിന്നെ എന്നാ ഉള്ളത്? xm plus 1 അതിൻ്റെ ഒരു കോഎഫിഷ്യൻറ്റും xm plus 2 അതിൻ്റെ ഒരു കോഎഫിഷ്യൻറ്റും xn അതിൻ്റെ ഒരു കോഎഫിഷ്യൻറ്റും. അപ്പോൾ ഈ കോഎഫിഷ്യൻറ്റിനെ ഞാൻ cm plus 1 എന്ന് വിളിക്കത്തില്ല. cm plus 1 ഇവിടെ ഉണ്ട്. അപ്പോൾ പുതിയ ഒരെണ്ണമാണ് cm plus 1 ബാർ. ഇതിനെ ഞാൻ cn ബാർ എന്ന് വിളിക്കുകയാണ്. then this is cm plus 1 bar xm plus 1, cm plus 2 bar xm plus 2 plus etc cn bar xn എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ സൈഡ് മാറിയത് മൈനസ് സിഗ്മ പൈ ഐ ബി ആയിട്ടുണ്ട്. എഫ് ഈക്വൽ ടു മറ്റേ ആളാ സൈഡിൽ തന്നെയാണ്. പിന്നെ എന്നുള്ള cm plus 1 bar xm plus 1, cm plus 2 bar xm plus 2 etc. m plus 1 തുടങ്ങി n വരെയാണ് വേരിയേഷൻ. therefore we write അത് n വരെയാണ്. അതുകൊണ്ട് j ഈക്വൽ ടു മറ്റേതിൻ്റെ ബാലൻസ് ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ j ഈക്വൽ ടു 1 തുടങ്ങിയില്ല. m plus 1 to n. നമ്മൾ ആ വലിയ കോഎഫിഷ്യൻറ്റിനെ cj bar cm plus 1 bar cn bar എന്നൊക്കെ ഡിനോട്ട് ചെയ്തു. cj bar xj എന്ന് ഞാൻ എഴുതുകയാണ്. xj അല്ലേ, m plus 1 തുടങ്ങിയേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ j ഈക്വൽ ടു m plus 1 കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ എഴുതിയിരിക്കുന്ന cm plus 1 bar എന്ന് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആരെയാണ് എന്ന് നിങ്ങൾക്കറിയാം. ആദ്യം കാണുന്ന ഫ്രം എ എന്നെഴുതിയിരിക്കുന്ന കാൽക്കുലേഷനിൽ ആദ്യം കാണുന്നതാണ് cm plus 1 bar. cm plus 1 plus sigma I equal to 1 ai m plus 1 pi I. ഇതാണ് cm plus 1 എന്ന് പറയുന്നത്. അതാണ് cm plus 1 bar എന്ന് പറയുന്നത്. അപ്പോൾ these are defined by cj bar are defined by f equal to this equation expressed in terms of the
non-basic variables. F in terms of the non-basic. We have to express F in terms of the non-basic variables at each stage of the simplex table or at each stage of the canonical form. First canonical form, second canonical form എല്ലായിടത്തും നമ്മൾ ചെയ്തതാണ്. ഇങ്ങനെ എഴുതി അന്നേരം ഒരു കാര്യമുണ്ട്, എന്താ സി ജെ ബാറിനെ നമ്മൾ തീരുമാനിച്ച് എങ്ങനെയാണെന്നൂടെ പറയണം. സി ജെ ബാർ ഈക്വൽ ടു സി ജെ എം പ്ലസ് വൺ ആണ്, സി എം പ്ലസ് വൺ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു 1 to m എ ഐ ജെ എം പ്ലസ് വൺ ആണ് ജെ, എ ഐ ജെ അല്ല എം പ്ലസ് ടു ആണ് ജെ, എ ഐ ജെ പൈ ഐ. ഇതെല്ലായിടത്തും ഇല്ല, സി ജെ ബാർ വരുന്ന ഇത്രയും സ്ഥലത്തേ ഉള്ളൂ. സി 1 പ്ലസ് സി 2 പ്ലസ് സി എം പ്ലസ് അവിടെ വരെ 0 ആണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചോളൂ. അപ്പോൾ എവിടെ വരെയുള്ള, എവിടെ തുടങ്ങിയുള്ള ജെ ഈക്വൽ ടു എം പ്ലസ് വൺ ടു എൻ, എം പ്ലസ് വൺ തുടങ്ങി എൻ വരെയുള്ള ജെ വാല്യൂസിന് സി ജെ ബാർ ഇങ്ങനെ എഴുതാം. അങ്ങനെ എഴുതിയിട്ട് എഫിനെ നോൺ ബേസിക് വേരിയബിൾസിന്റെ ടേംസിൽ അതേ ഉള്ളൂ. ജെ ഈക്വൽ ടു എം പ്ലസ് വൺ ടു എൻ, പിന്നെ ഉള്ളത് പൈ ഐ ബി ഐ ആ. പൈ 1/2 പൈ എം ആർ അവർ സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ്. ബി ഐ are the right sides of the equations. F is written in terms of the non-basic variables. Non-basic variables in the terms il nammal angane f ne ezhudittundu. And in this expression the first m coefficients of x1 x2 etc xm are zeros, and that determines equation B il കാണും, that it determines the simplex multipliers. If in terms of the non-basic variables can be written like this: Cj bar equal to this, and pi I satisfies equation B. ഇനി equation B യെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്യുമ്പോൾ equation B യെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സ് ഡിഫൈൻ ചെയ്യുന്ന ഇക്വേഷൻ ഫോം ആണിത്. സി ജെ പ്ലസ് സിഗ്മ ഐ ഈക്വൽ ടു 1 എ ഐ ജെ പൈ ഐ ഈക്വൽ ടു 0. അതിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റഡി ചെയ്തതാൽ നമുക്കതിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. സിംപ്ലക്സ് മൾട്ടിപ്ലയേഴ്സിനെ മെട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. പൈ 1/2 പൈ എം എന്നുള്ളതിനെ വേറെ വേറെ എഴുതുന്നതിന് പകരം ഒരു വെക്ടറായിട്ട് കാണാം. പൈ 1/2 പൈ എം കമ്പോണൻസ് ആയിട്ടുള്ള ഒരു വെക്ടറായിട്ട് നമുക്ക് കാണാൻ പറ്റും. That is called the multiplier vector. These are called the multiplier values, multipliers. And if we write pi 1, pi 2, etc. pi m as a vector, then that is denoted by capital pi. Pi എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു വെക്ടർ ആയിട്ട് എഴുതാം. This is called the multiplier vector. The components are called multipliers, and this is called the multiplier vector. We can define the multiplier vector pi as a matrix, and in matrix form we can give this equation. പൈയുടെ ഇക്വേഷൻ നമുക്ക് മെട്രിക്സ് ഫോമിൽ കൊടുക്കാനായിട്ട് സാധിക്കും. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.